ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി ചില തിരുവെഴുത്തുകൾ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 37 വരെയുള്ള തിരുവെഴുത്ത് മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ കൊള്ളാം. അത് ഒരാൾ ഇംഗ്ലീഷിലും കൂടെ വായിച്ചാൽ ദൈവവചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കും മലയാളം അറിയാത്തവർക്ക് ഇന്ന ഭാഗത്ത് നിന്ന് പ്രസംഗിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാവും. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളിക്കണേ. ഒരു മിനിറ്റ്, അച്ചായന് പരിഭാഷയ്ക്ക് നിന്ന ദൈവദാസൻ മുമ്പോട്ട് വന്ന് ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. മലയാളത്തിൽ വായിച്ചാട്ട്. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Hebrews chapter 10 verses 32 to 38. But remember the former days when after being enlightened you endured a great conflict of sufferings, partly by being made a public spectacle through reproaches and tribulations, and partly by becoming sharers with those who were treated. For you showed sympathy to the prisoners and accepted joyfully the seizure of your property, knowing that you have for yourselves a better possession and a lasting one. Therefore do not throw away your confidence, which has a great reward, for you have need of endurance, so that when you have done the will of God, you may receive what was promised. For yet in a very little while he who is coming will come and will not delay. Thank you. പരിഭാഷയ്ക്ക് അവർക്ക് മനസ്സിലാവുമോ? ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേര് ഇന്നതൊക്കെയാ പറയുന്നത്. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ മഹായോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ ഈ തിയോളജിക്കൽ സെമിനാരിയുടെയും മണ്ണൂർ സെൻറ്ററിൻ്റെയും ചുമതല വഹിക്കുകയും ഇപ്പോൾ ഈ മഹായോഗം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച ആദരണീയനായ കർത്തൃദാസൻ പ്രിയ കുഞ്ഞപ്പൻ വർഗീസ് അവർകൾ, മാന്യ കർത്തൃദാസൻ്റെ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ എല്ലാവരും, അവരുടെ കുടുംബങ്ങളും വിശേഷിച്ച് കുഞ്ഞുകുട്ടിച്ചാൻ അടക്കമുള്ള പ്രിയപ്പെട്ടവർ, ഈ ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരി സഹോദരന്മാർ, അവരെ ദൈവവചനം പഠിപ്പിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, ടീച്ചേഴ്സ്, ഇതിൻ്റെ ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, വീഡിയോ പകർത്തുന്ന ചുമതലപ്പെട്ടവർ, ദൂരത്തിരുന്ന് ഈ ശുശ്രൂഷ ഇന്ന് രാത്രി കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ, ഇതിന് ശേഷം ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ എല്ലാവർക്കും, വിശേഷിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ചുമതലപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും എല്ലാവർക്കും വന്ദനവും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ ദാസൻ ഇവിടെ അല്പസമയം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചാണ് ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഭാരമേൽപ്പിച്ചത്. വളരെ വിലപ്പെട്ട വചനങ്ങളാണ് അദ്ദേഹം വായിച്ചത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന്. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് പല അഭിപ്രായങ്ങളാണ് വന്നത്. ഏലിയാവാണെന്ന് ചിലർ പറഞ്ഞു. അത് ചുമ്മാ പറഞ്ഞതല്ല. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഏലിയാവെന്ന് പറയാൻ കാര്യം, ഒരമ്മയ്ക്ക് ഒരേകജാതനെ ഉള്ളായിരുന്നു, നൈലിലെ വിധവയുടെ മകൻ.
യേശു ആ ചെറുക്കൻ്റെ ഡെഡ് ബോഡി വന്നപ്പം മഞ്ചത്തെ തൊട്ടു, ചെറുക്കൻ എഴുന്നേറ്റു. അപ്പം ഏലിയ വന്ന് പറയാൻ കാര്യം സാരഭാത്തിലെ വിധവയുടെ മകനും ഇങ്ങനെ മരിച്ചതാണ്. ഏലിയ പറഞ്ഞു ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു, ഉയർപ്പിച്ചു. അതുകൊണ്ടാണ് ഏലിയ വന്ന് ഈ പറയാൻ. അങ്ങനെ ഓരോ ഭാഗവും ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ചായനെ പ്രസംഗിച്ചപ്പോൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവർ നന്നായിട്ട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരത്ര അനങ്ങിയൊന്നുമില്ല, അത് ഞാൻ കണ്ടു. അപ്പം എനിക്കും അങ്ങനെ ഒരു സഹായം കിട്ടട്ടെന്ന് ഓർത്താണ് ഞാൻ പരിഭാഷയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചത്. അവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സഹായിച്ചേനും. മറ്റവർ അത്രയും സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നപ്പം മുതൽ ഞാനും എല്ലാവരും നോക്കിയിരിക്കുക. ആട്ടെ, ഇന്ന് രാത്രി നമുക്ക് അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്നൊന്ന് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 37 വരെയുള്ള തിരുവെഴുത്താണ് അടിസ്ഥാന വാക്യങ്ങളായിട്ട് വായിച്ചത്. ഞാൻ ഇന്ന് രാത്രി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം 32 മുതൽ 37 വരെയുള്ള വാക്യത്തിൽ ധാരാളം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയെങ്കിലും എനിക്ക് ലഭിച്ച പ്രകാശനത്തിൻ്റെ വെളിച്ചത്തിൽ 3 പോയിന്റ്. അതിലൊന്ന് നിങ്ങളുടെ പൂർവകാലം. 2 എഴുതിയിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ വർത്തമാനകാലം. 3 നിങ്ങളുടെ ഭാവി കാലം. ഈ 3 കാലങ്ങളെ പറ്റിയും സൂക്ഷ്മമായി പഠിച്ചാൽ ആ തിരുവെഴുത്തിൽ കാണാം. അതിൽ പൂർവകാലമെന്ന് എഴുതിയിട്ട് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. പൂർവകാലം ഒന്നുകൂടെ ഒന്ന് വായിച്ചോ ദൈവദാസൻ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്ന പൂർവകാലം. വർത്തമാനകാലം എങ്ങനെയാണെന്ന് അവിടെ ഒരു പദം ശ്രദ്ധിച്ച് വായിച്ചാൽ കാണും. നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അപ്പൊ അതിപ്പോ ഇല്ല. അതാ വർത്തമാനകാലം. ആ വാക്യം ഒന്ന് വായിച്ചു. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അപ്പൊ ഇപ്പം വർത്തമാനകാലത്ത് നിങ്ങൾക്ക് സഹിഷ്ണുത ഇല്ല. അതാണ് വർത്തമാനകാലം. 3 നിങ്ങളുടെ ഭാവി കാലം. അതാണ് 37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നെന്ന് സദൃശവാക്യത്തില് സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകും. അപ്പോൾ 3 കാലമാണ് ഈ കണ്ണികയ്ക്കകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ കാണുന്നത്. 1 പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ ഒരമ്മ പറഞ്ഞു ഈ 3 കാലവും അല്ല, ഇപ്പം കലികാലമാണെന്ന് പറഞ്ഞു. കലികാലം അങ്ങനൊരു കാലം പുസ്തകത്തിലില്ല. ദൈവത്തിന് മഹത്വം. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ഏതാണ്ട് 10-28 കൂട്ടം കാലങ്ങളെ പറ്റി നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. 3-1 മുതൽ വായിക്കാം. സഭാപ്രസംഗി വ്യാഖ്യാനിക്കാൻ നേരമില്ല, വായിച്ചു വിട്ടു. എല്ലാ അറിവുള്ള വാക്യം വായിച്ചു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. അപ്പൊ കാലമുണ്ട്. ഇതിനകത്തൊന്നും തള്ള പറഞ്ഞ പോലെ കലികാലമില്ല. എന്നാ വേറെ 28 കൂട്ടം കാലമുണ്ട്. വായിച്ചു വിട്ടു. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, പിന്നെ നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം. അങ്ങനെ വായിച്ചാൽ 8-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഏതാണ്ട് 10-28 കൂട്ടം കാലത്തെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയാകുന്ന ശലോമോൻ. എന്നാൽ നമ്മൾ വായിച്ച തിരുവെഴുത്തില് അടിസ്ഥാന വാക്യത്തിൽ പ്രധാനമായിട്ടും 3 കാലമാണ്. പൂർവകാലം,
വർത്തമാനകാലം, ഭാവി കാലം. ഇന്ന് രാത്രി ഇതിനെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ എന്നോട് ബഹുമാനപ്പെട്ട അച്ചായൻ പറഞ്ഞു. ഇന്ന സമയം വരെ ശുശ്രൂഷിക്കണം, അത് കൃത്യസമയത്ത് അത് ശുശ്രൂഷ നിർത്തുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുക. അതുകൊണ്ട് ഇന്ന് പാട്ടൊന്നും പാടുന്നില്ല, പാട്ടുകൂടെ പാടിയാൽ ഇത് ഒക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് പാട്ടെല്ലാം കുറയ്ക്കുക. ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്നത് പാടിയെങ്കിലേ പ്രസംഗം വരുവോളെന്ന്. പാടാതെയും പ്രസംഗിക്കാം, അതിന്ന് തെളിയിക്കാം. ഇന്നാളൊരാൾ പറഞ്ഞു പാട്ടുള്ളത് കൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നെന്ന്. അപ്പം പാട്ടില്ലാതെയും അല്പസമയമൊക്കെ പിടിച്ചു നിൽക്കാമെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അഥവാ പാട്ട് വരികയാണെ അത് പാടുകയല്ല, പറഞ്ഞങ്ങ് വിടുകയുള്ളൂ. ആ പാട്ട് നിങ്ങളങ്ങോട്ട് പോകുന്ന വഴി പാടിക്കണം. അപ്പൊ ഇന്ന് രാത്രി അല്പസമയം ചിന്തിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെ. നമുക്കറിയാം, വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകം. ഞാൻ കേരള തിയോളജിക്കൽ സെമിനാരിയുടെ സ്റ്റേജിലും കൂടാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അല്പം പേടിച്ചാണ് നിൽക്കുന്നത്. എന്തേലും തെറ്റോ അപാകതയുണ്ടേ അങ്ങ് പൊറുക്കണം. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ എന്നെ എടുത്ത് അലക്കരുത്. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഈ അമ്പലത്തിലെ പരിപാടികൾക്കൊക്കെ പോകുമായിരുന്നു. നാടകം, ബാലെ, കഥാപ്രസംഗം, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോയി കേട്ടിട്ടുണ്ട് കുഞ്ഞുനാളിൽ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെട്ടിട്ടും പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കഥാപ്രസംഗമൊക്കെ നടത്തുന്ന ആൾക്കാർ പാടുന്ന കൂട്ടത്തിൽ ഒരു വരിയുണ്ട്: കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാർ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കല്ലെടുത്ത് കീച്ചരുത്. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പുറത്ത് നമുക്ക് ദൈവോചനം ഇന്ന് രാത്രി ചിന്തിക്കാം. അപ്പോൾ വേദപുസ്തകത്തിലെ 66 പുസ്തകം സത്യവേദ പുസ്തകം. 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതി തീർത്ത പുസ്തകമാണ് സത്യവേദ പുസ്തകം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. ചിലർക്ക് ഒരു ചിന്തയുണ്ട്, ആരംഭത്തിലെ 5 പുസ്തകം മോശ എഴുതിയെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. ചിലർക്ക്, പുതിയ തിയോളജിയന്മാർ ഒത്തിരി ഉള്ളവർക്ക് എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ അത് ന്യായമായ കാര്യമുണ്ട്. കാരണം മോശ ജനിക്കുന്നതിന് മുന്നേ അല്ലയോ ആദമിനെ ഹവ്വായെ സൃഷ്ടിച്ചതും ഏദൻ തോട്ടം നിർമ്മിച്ചതും. പിന്നെ ആമൻ കയീനും ഹാബേലും, പിന്നെ ഷീത്ത്, ഏനോശ്, കേനാന്, മഹലേല്, യാരദ്, മധൂശലേക്ക്, ഹാനോക്ക്, ലാമക്ക്, നോഹ, ഇവരുടെ എല്ലാം ചരിത്രം ഇത് മോശ ജനിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ പിന്നെ ഇതെങ്ങനെ പുള്ളി എഴുതി? അതിന് ഒറ്റ വാക്യമേ ഉള്ളൂ. ഇപ്പൊ കണ്ണനത്തിനും മനസ്സിലാകാനും അവൻ ദൈവം മോശയ്ക്ക് നേരിട്ടായി ഇത് വെളിപ്പെടുത്തി കൊടുത്ത്. മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചേച്ച് അത് മറപൊരുളായിട്ടൊന്നുമല്ല, അഭിമുഖമായി ഒരു സ്നേഹിതൻ സംസാരിക്കുന്നത് പോലെ ഒരു സ്നേഹിതനിടത് സർവജ്ഞനായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ദൈവത്തിൻ്റെ മകൻ. അതുകൊണ്ട് തർക്കമൊന്നുമില്ല. ഇപ്പം ഈ ചില ഇടങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട്, ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ഇങ്ങനെ ഒരു പഠനമുണ്ട്, ഇങ്ങനെയും ഒരു പഠനമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? അങ്ങനൊന്നും പഠിപ്പിക്കരുത്. അങ്ങനെ വേണേലും ഇങ്ങനെ. പുതിയ നിയമത്തിൽ വാക്യമുണ്ടല്ലോ, ചിലരങ്ങനെയും ചിലര് അങ്ങനല്ല, ഇതിങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ വേദപുസ്തകത്തിലെ ഉപദേശങ്ങളും വിഷയങ്ങളും പറയുമ്പോൾ തീർത്ത് പറയണം. വാലിട്ട് വർത്താനം പറയരുതെന്നായി പറഞ്ഞ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ജനം തെറ്റിപ്പോകും. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, യേശുവല്ലാതെ ഒരു രക്ഷകൻ ഇല്ല. അത് അങ്ങനെ തീർത്ത് പറയണം. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അത് തീർത്ത് പറയണം. അല്ല, പണ്ടൊരാൾ പറഞ്ഞു, മുടികൽ സ്നാനമാണോ ഇവിടെ പറയേണ്ടത്, ശിശു സ്നാനം? രണ്ടിനും എൻ്റെ ഈ വാക്യം ഉണ്ടെന്ന്. നിനക്കിപ്പോൾ ഏതാ ഇവിടെ വേണ്ടെന്ന്? അങ്ങനെ പറഞ്ഞാൽ വല്ലതും കാര്യം നടക്കുമോ? തീർത്ത് കാര്യം പറയണം. അപ്പൊ ശ്രദ്ധിക്കുക, അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. മാത്രമല്ല അഭിഷേകം പ്രാപിക്കണം. ഇതൊക്കെ നമ്മുടെ ഉപദേശ വിഷയമാണ്. അഭിഷേകം പ്രാപിച്ചിരിക്കണം. ഇതാരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. മാത്രമാണോ തിരുമേശ എടുക്കണം, ലാശൂലേക്കെന്നല്ല. തിരുമേശയാട്ടി എല്ലാം ഇരിക്കുക, ഇതെടുക്കണം. മനുഷ്യപുത്രന്റെ രക്തം കുടിക്കുകയും മാംസം പുജിക്കുകയും ചെയ്യണം. കൂട്ടായ്മ കാണത്തില്ലെങ്കിൽ
എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തീർത്ത് പറയണം. വേർപാട് അത് തീർത്ത് പറയണം. വേർപാട് ഇന്നതാ വേർപാട്. അതിന് സഭയെ നോക്കണ്ട, സംഘടനയെ നോക്കണ്ട, സെൻറ്ററിനെ നോക്കണ്ട, കൗൺസിലും നോക്കണ്ട, കാശും നോക്കണ്ട, ആൾബലം നോക്കണ്ട, കാര്യം തീർത്ത് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞേച്ച് അങ്ങോട്ട് ചെന്നാൽ നല്ല പ്രതിഫലം കിട്ടും. പിന്നെ ഒരു കാര്യം, അങ്ങോട്ട് പോകുന്നെങ്കിലേ ഇങ്ങനെയൊക്കെ പറയാവൂ. അവസാനം അവിടെ എത്തുന്നില്ല, ഇവിടെയും കുഴഞ്ഞ് കടന്നു കുഴയരുത്. അപ്പോൾ ഒരു കാര്യം പറയാ, ഈ സത്യവേദ പുസ്തകം, ഇതിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നസ്രായനാകുന്ന യേശു ക്രിസ്തു. സകലത്തിലും കേട്ടല്ലോ മുമ്പേ, എല്ലാവരും സേട്ടനാകുന്ന ഒരുവൻ നസ്രായനാകുന്ന യേശു ക്രിസ്തു. അങ്ങനെയുള്ള സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ, വിശേഷിച്ച് 21 ലേഖനങ്ങളിലെ ഈടുറ്റ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം എബ്രായ ലേഖനം 13 അധ്യായങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന ഈ വിശേഷപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം പൗലോസ് എഴുതിയത് അല്ലെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, സ്ഥാപിക്കാൻ തുനിയുന്ന പലരുണ്ട്. എന്നാൽ ഈ ലേഖനം ശാന്തമായി പഠിച്ചാൽ, ധ്യാനിച്ചാൽ, ഇതിലെ അധ്യായത്തിന്റെ ഘടനകൾ, പടികനിയമ പ്രവചന പുസ്തകത്തിലെ സൂക്തങ്ങൾ എടുത്ത് ചേർത്ത് കോർത്ത് ഇണക്കി വളരെ ക്രമീകൃതമായി കൊടുത്ത് ചാർത്തി ചെലുത്തിയിരിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാഠപടത്തിലിരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം പഠിച്ച ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം, എബ്രായ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. പൗലോസിന്റെ ലേഖനമെല്ലാം വളരെ കടുപ്പമുള്ളതും സാധാരണക്കാർക്ക് പെട്ടെന്ന് ഗ്രഹിപ്പാൻ കഴിയത്തില്ലെന്ന് പത്രോസ് ഒരു സൂചന തന്നിട്ടുകൊണ്ട് 3:15 രണ്ടാം ലേഖനം 3:15, പത്രോസിന്റെ 2-ാം ലേഖനം 3:15, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10:10 കൂടെ ചേർത്തൊന്ന് വായിച്ചു. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അടുത്തത്, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത്, അല്പ പ്രയാസമുള്ള ചിലതൊക്കെ ഉണ്ട് എന്ന് അങ്ങനെ ഒരു ലേഖനമായ എബ്രായ ലേഖനവും എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടുകയല്ല. പ്രയാസമുള്ളതുണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കണ്ട. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും കൂടി ഇതിനോട് ചേർത്ത് ഒന്ന് വായിക്കുന്നത് ഉചിതമാണ്. വായിച്ചാട്ടെ. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ മതി. അപ്പോൾ വളരെ വിലപ്പെട്ട ലേഖനമാണ് പൗലോസിന്റെ ലേഖനം. അതില് എബ്രായ ലേഖനം ഞാൻ ഓർപ്പിച്ചല്ലോ. ഈ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം, ആമേൻ, ഇതിലെ ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തി, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. നമുക്കറിയാം, ഓരോ അധ്യായവും പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കുകയാണ്. ദൈവത്തിന്റെ മകത്ത് യേശു ക്രിസ്തു ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പടിയനിയമ ആരാധന യാഗങ്ങൾ ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി ആ ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്താം. മാറത്ത് പൊൻകച്ച് കെട്ടവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലകിൽ പിടിച്ച് പൊൻ നിലവിളക്കിന്റെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്നവൻ വന്നിട്ടുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ധന്യനാകുന്ന ഏകാധിപതി പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ചവനും, ധന്യനാകുന്ന ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും, ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും കാണാൻ കഴിവില്ലാത്ത നസറായൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ നടകൊണ്ടോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ മഹനീയ സാന്നിധ്യം ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു.
ഇടയ്ക്ക് മൽക്കീസേദെക്കിനോടുള്ള ബന്ധത്തിൽ ചില പ്രയോഗം നടത്തിയതിൽ പൗലോസ് ഇങ്ങനെ ഇവൻ എത്ര മഹാനെന്ന് നോക്ക്, അയ്യോ താഴോട്ട് പറയുക, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഇന്ന് രാത്രി ആ വലിയവനാകുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഈ മഹായോഗത്തിന്റെ പ്രാരംഭ ദിവസം അവിടുന്ന് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അവിടുന്ന് നിന്റെ അടുക്കൽ വന്നാൽ നിന്റെ രോഗത്തിന് സൗഖ്യമാ. അവിടുന്ന് നിന്റെ അടുക്കൽ എത്തിയാൽ നിന്റെ ബലഹീനതയ്ക്ക് പൊറുതി വരും. അവിടുന്ന് നിന്റെ അടുക്കൽ വന്നാൽ നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കും, വിലാപത്തെ നൃത്തമാക്കി തീർക്കും. ഇന്ന് രാത്രി വന്നതുപോലെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു, സമാധാനം പ്രാപിച്ച്, സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷത്തോടെ ഇന്ന് രാത്രി തിരിച്ചു പോകണം. ഹല്ലേലൂയ. അവിടുത്തെ മഹത്വത്തിനായി, അവിടുത്തെ മഹിമയ്ക്കായി, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം വിട്ടുപോകുന്നതിനേക്കാൾ വളരെ നല്ല സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എബ്രായ ലേഖനം പഠിക്കുമ്പോൾ, എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ, ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ മാർഗത്തിൽ വന്നതാ. പണ്ടൊക്കെ ഉപദേശിമാര് പ്രസംഗിക്കുന്നത് ഇത് മതമല്ല മാർഗമാണ്. ഒന്നുകൂടെ തെളിച്ച് പറയാം, പെന്തിക്കോസ് മതമല്ല മാർഗം. ഇപ്പൊ അതൊന്നും പറയാനൊക്കെ അതിൽ ഇപ്പൊ ഇത് മതമായി ഇല്ലേ? തർക്കം വല്ലതും ഉണ്ടോ? ഇപ്പൊ ഇത് മതമായി തീർന്നിരിക്കുക. കാരണം അവിടെ ഉള്ളതല്ല ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇല്ലാത്തത് ഇപ്പൊ എടുക്കാനായിട്ട് തുനിയുകയും ചെയ്യുക ഇല്ലേ? അതുകൊണ്ടാ പറഞ്ഞത് നമുക്കും വേണമെന്ന്. അതാ പണ്ട് ഏതോ മന്ത്രി പറഞ്ഞെന്നാ പറഞ്ഞ, ജിറാഫിനെ ഇറക്കിയപ്പോൾ പുള്ളി ഉറങ്ങുക, പുള്ളി ഞങ്ങളുടെ സമുദായത്തിന് 2 എണ്ണം വേണമെന്ന്. അപ്പൊ എന്തോ പറഞ്ഞാലും പുള്ളിയുടെ സമുദായത്തിന്, അപ്പം ഗവൺമെന്റ് ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുക. അപ്പോൾ പുള്ളി ഉറങ്ങിപ്പോയി. അപ്പോൾ വേറെ എന്തോ കാര്യമാണ് ഓർത്താ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ സമുദായത്തിന് 2 എണ്ണം വേണം. ജിറാഫിനെ എന്തിനാ സമുദായത്തിന്? ഇത് അങ്ങനെ ഇപ്പൊ ആയി തീർന്നിരിക്കുക. ഞങ്ങൾക്കും വേണമെന്ന്, നമ്മുടെ ഇടയിൽ നിന്നും വേണമെന്ന്, ഞങ്ങൾക്കും വേണമെന്ന്. ഞാൻ ഒന്നോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല, വിഷയം അതല്ലല്ലോ. അപ്പോൾ പണ്ട് ഇത് മാർഗമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് മാർഗമെന്ന് പറയാൻ പലർക്കും ഭയമല്ലല്ലോ. അവിടെ ഉള്ളതല്ല ഇപ്പൊ ഇവിടെയും. അതിലെ 2 രാജാക്കന്മാർ തമ്മിൽ ബന്ധുത കൂടി, യഹോശാഫാത്തും ആഗാബും കൂടെ സംബന്ധം കൂടി. യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൾ അതല്യായെ കെട്ടിച്ചു. ഇത് ദൈവകൃപയൊന്നും നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. ജോർജ് കുട്ടി പണ്ടൊക്കെ അങ്ങനെ കൊടുക്കുന്നത്, ജോർജ് കുട്ടി. അപ്പൊ ജോർജ് കുട്ടിയെ നോക്കി കെട്ടിച്ചു. പണ്ടൊക്കെ പറയാറുണ്ട് 10 ലക്ഷവും ഭൂതവും. അപ്പോൾ ഇത് ജോർജ് കുട്ടിയെ നോക്കി കെട്ടിച്ചു. ബന്ധുക്കാരനെ കാണാൻ ചെന്നപ്പം ബന്ധുക്കാരൻ നല്ല ഡിന്നർ ഒരുക്കി. നമ്മുടെ ഡിന്നർ പോലല്ല, നല്ല മട്ടൺ ഫ്രൈ ആണോ എന്നറിയത്തില്ല. മട്ടൺ ഉണ്ടായിരുന്നു. ഫ്രൈ ആണോ ചാപ്സ് ആണോ എന്തായാലും മട്ടൺ. വായിച്ച് എല്ലാവർക്കും സംശയം, ഞാൻ ചുമ്മാ പറയുന്നതാണ്. വായിച്ച് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18:1 മുതൽ വായിക്കരുത്. ചെല്ലു പറഞ്ഞ അയാൾ വായി വരുന്നതെല്ലാം പറയുന്നത് അത് വായിക്കുന്നാലും അറിയാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച്, യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നവൻ ആഗാബുമായിട്ട് സംബന്ധം കൂടി. ചില സംഘർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആഗാബിന്റെ അരമനയ്ക്കകത്തോട്ട് യഹോശാഫാത്ത് ചെന്നു. ആഗാബ് അവനും തന്റെ ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളുകളെയൊക്കെ അറുത്തു. ഗിലിയാദിലെ രാമോത്തിലേക്ക് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോരുന്നത് ചോദിച്ചെന്ന് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചോ കർത്തൃദാസനെ. 18:1 മുതൽ. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. ഈ മാനവും ധനവും കണ്ടമാനം വരുമ്പോൾ ആ പ്രമാണം വിടുന്നത് എല്ലാരും അല്ലെങ്കിലും മിക്കവരും അല്ല, ചേർത്ത് പറയണമല്ലോ. മാനവും ധനവും കണ്ടമാനം വരുമ്പോൾ പ്രമാണത്തിന് അയവ് വരുത്തും. അതല്ല ഇപ്പൊ പറഞ്ഞ ഇച്ചിരി ഇടാം, ഇച്ചിരി കുടിക്കാം, ഇച്ചിരി ആടാം, ഇച്ചിരി പാടാം. എന്നെ എല്ലാവർക്കും ഒരു പരുവക്കേട് പോലെ. തർക്കം വല്ലതും ഉണ്ടോ ഇപ്പൊ പറയണം. ഞാൻ പോയി കഴിഞ്ഞാൽ പറയരുത്. അയാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ മിണ്ടിയില്ലെന്നേ ഉള്ളൂ എന്നൊന്നും പിന്നെ പറയരുത്. കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ. ഈ ധനവും മാനവും ഒക്കെ കണ്ടമാനം വരുമ്പോ പ്രമാണം വിടും.
പ്രമാണത്തിന് അയവ് വരുത്തും. ഒന്നുകൂടെ വായിച്ചോ, കേക്കട്ടെ എല്ലാരും. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ യഹോശാഫാത്ത് യഹൂദയിലെ രാജാവാ. അവിടെ ആ ദാവീദിന്റെ സിംഹാസനം, അവിടെയാ ദൈവാലയം, അവിടെയാ മഹാപുരോഹിതൻ, അവിടെയാ പുരോഹിത വരേണ്യന്മാർ, കൂറിന്റെ ക്രമത്തിൽ 24 കൂറിന്റെ ക്രമത്തിലുള്ള പുരോഹിതന്മാർ, അവിടെ ആ ദൈവാലയം, അവിടെ ആ പെട്ടകം, അവിടാണ് മന്നായിട്ട് വച്ച പൊൻപാത്രം, അവിടെ അഹരോന്റെ നിലർത്ത വടി, അവിടെ ആ നിയമത്തിന്റെ കൽപ്പന, അവിടെ ആ ശെക്കേന ഇറങ്ങുന്നത്. യെരൂശലേമില്ലേ? എല്ലാം വിവരിക്കുന്നില്ല. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം. 12 വാതിൽ, ആട്ടിൻ വാതിൽ, മീൻ വാതിൽ, കുതിരവാതിൽ, കുപ്പവാതിൽ, നീർവാതിൽ, താഴ്വര വാതിൽ, പഴയ വാതിൽ, ഉറവ വാതിൽ, ഗോൺ വാതിൽ, ഹമ്മിദ്കാദ് വാതിൽ, പിന്നെ കിഴക്കേ വാതിൽ, ഇതെല്ലാം നല്ല ഇണക്കി പണിത് വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള യെരൂശലേമിലെ രാജാവാണ് യഹോശാഫാത്ത്. ഇങ്ങേര് പോയി ബന്ധുത കൂടിയത് ആഹാബുമായിട്ട് ഇസ്രയേലിലെ, അങ്ങനല്ലേ വായിച്ചേ? അവൻ ആഹാബിനോട് സംബന്ധം കൂടിയെന്ന് പറഞ്ഞാൽ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഹാബിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. നല്ല കല്യാണമായിരുന്നു, ഭയങ്കര കല്യാണമാണ്. കാരണം രണ്ടും റോയൽ ഫാമിലിയാണ്. പക്ഷെ അവിടുത്തെ അമ്മാമ്മ അല്പ പേശക. ഏതാ? ഇസബേല്. അമ്മാമ്മയ്ക്ക് ചില ദോഷങ്ങൾ. അമ്മാമ്മ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒത്തിരി എഴുതെഴുതും. അമ്മാമ്മയ്ക്ക് രാത്രി ഉറക്കമൊന്നുമില്ല, കുത്തിയിരുന്ന്. ഇപ്പം എഴുതാനൊക്കെ ഇത് കമ്പുണ്ടല്ലോ, അതിന് കമ്പെന്നല്ല, എന്തോ എനിക്ക് മലയാളമേ അറിയുമുള്ളൂ, അതുകൊണ്ടാണ്. മൊബൈലിൽ എഴുതുന്നൊരു നീണ്ട കമ്പില്ലേ, എന്തുവാ? അമ്മാമ്മ നല്ല എഴുത്തൊക്കെ എഴുതാൻ മിടുക്കിയ. രാത്രിയിൽ നിന്നങ്ങ് എഴുതുക. എഴുത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാ? ആ അരമനയുടെ സമീപത്ത് മുന്തിരിത്തോട്ടമുള്ളവനെ തട്ടാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉപവാസ പ്രാർത്ഥന, ഫാസ്റ്റിംഗ് പ്രയർ വെക്കുമ്പം 2 അവന്മാരെ കാശ് കൊടുത്ത് ഇരുത്തിയേക്കണം. കാശ് കൊടുത്ത് ഗുണ്ടകളെയൊക്കെ ഇറക്കുന്ന കാലമാണ്. കൺവെൻഷന് ചെന്നാൽ നമ്മുടെ ഇവനേതാ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, പാവങ്ങൾ. ദൈവമേ, പച്ചപ്പരമാർത്ഥികളെല്ലാം കൂടി ഇന്ന് രാത്രി ഇവിടെ കൂടിയല്ലോ. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ 2 ഗുണ്ടകളെ ആക്കി കാശ് കൊടുത്ത ആരാധന അങ്ങോട്ട് മൂക്കുമ്പോൾ എഴുന്നേറ്റ് കള്ളസാക്ഷി പറഞ്ഞേക്കാൻ ഇവൻ രാജാവിനും ദൈവത്തിനും വിരോധമായി പറഞ്ഞു. കാരണം ലേവ്യ പ്രമാണം ദൈവത്തെ ദുഷിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന അതിന്റെ ക്ലോസ് വെച്ച അമ്മാമ്മ നല്ല എടുത്തെഴുതി. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ശുദ്രം, പരസംഗം, കള്ള ഉപവാസം, അങ്ങനെയുള്ള കുടുംബവുമായിട്ടാ ചെന്ന് സംബന്ധം കൂടിയിട്ട് അവസാനം ഒന്നും പറയുന്നില്ല. 2-3 സംവത്സരം കഴിഞ്ഞപ്പം ബന്ധുക്കാരനെ കാണാൻ ചെന്നു. റോയൽ ഫാമിലി അല്ലേ, രാജാക്കന്മാരാ. അപ്പൊ പുള്ളി എന്നെ അടുത്ത് വായിച്ചേ. ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമരിയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു. പിന്നെ ആഹാബും അവന് കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അതാ ഞാൻ പറഞ്ഞ മട്ടൻ ഫ്രൈ ഉണ്ടായിരുന്നത്. ഫ്രൈ ആണോ ചാംസ് ആണോ എന്ന് അറിയത്തില്ല, മട്ടൻ ഉണ്ടായിരുന്നു. ഈ ചെല്ലുന്നതനുസരിച്ചാ വല്ലതും തരുന്നത് ഇല്ലേ? ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ ചെല്ലുന്നതനുസരിച്ച്, സ്റ്റാറ്റസ് അനുസരിച്ചാ. കാറെ ചെന്നാൽ മട്ടനും ഒക്കെ തരും, സൈക്കിളെ ചെന്നാൽ തോരനും 5 ദിവസം മുമ്പ് കാച്ചിയ മോരും പിന്നെ പച്ചടി കാണുമായിരിക്കും അല്ലയോ? അതായിരിക്കോട്ടെ. ദൈവത്തിന് മച്ചാൻ പറയുന്ന പച്ചടി ഉണ്ടെന്ന്, അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഈ ചെല്ലുന്നതനുസരിച്ചാ വല്ലതും തരുന്നത്. അല്ല, നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ, ഞാൻ തുറന്ന് പറയാം. ഇച്ചിരി നമ്മൾ ഡ്രസ്സും ഒക്കെ നോക്കും, നല്ല വില കൂടിയ ഡ്രസ്സും പാൻറ്റും അല്ലെ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ പ്രത്യേക രീതി, കുറ്റമായിട്ടല്ല, പ്രത്യേക രീതി അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ട്രീറ്റ് ചെയ്ത് തെറ്റുന്നുണ്ടോ? ഇല്ല, ഇരിക്കട്ടെ, തിയോളജിക്കൽ സെമിനാരി അല്ലേ. ദൈവത്തിന് മഹത്വം. അതേസമയം ഒരു സഞ്ചിയൊക്കെ തൂക്കി ഒരു മുണ്ടുമൊക്കെ കൊടുത്ത് വലിയ ചന്തം ഒന്നുമില്ലെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റാണ്. ഇതൊക്കെ ഇതിനകത്ത് നടക്കുന്നതാ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ബന്ധുക്കാരനും കൂടെ ചങ്ങാത്തം കൂടി മട്ടൻ ഫ്രൈ ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ബന്ധുക്കാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വായിച്ചേ. ഗിലെയാദിലെ രാമോത്തിലേക്ക് തന്നോട് കൂടെ രാമോത്തിലേക്ക് ആഹാബിന്റെ കൂടെ യുദ്ധത്തിന് ചെല്ലുവാൻ ബന്ധുക്കാരനാകുന്ന യഹോശാഫാത്തിനോട് ആഹാബ് ചോദിച്ചപ്പോൾ യെരൂശലേമിലെ ബന്ധുക്കാരനാകുന്ന യഹോശാഫാത്ത് പറഞ്ഞ മറുപടി അടുത്തത്, ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട്, നീ എന്നോട് കൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോരുമോ?
എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിയുടെ മറുപടി അവനോട് ഞാനും നീയും ഞാനും നീയും എന്റെ ജനവും എന്റെ ജനവും നിന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ. അതാ ഞാൻ പറഞ്ഞപ്പോ എന്തോ വ്യത്യാസമുണ്ട്. ഞാനും നീയും എന്റെ ജനോ നിന്റെ ജനോ ഒരുപോലെ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പണ്ട് മാർഗമെന്നാ പറയുന്നത്, ഇപ്പം മാർഗം എന്ന് പറയാൻ പറ്റത്തില്ല, മതമാക്കി കൊണ്ടുവരിക. പക്ഷെ ഇതിന്റെ നടുവിലും ജീവിക്കുന്ന ചിലരുണ്ട്, ആ മാർഗത്തിൽ തന്നെ നിലനിൽക്കുന്നവരുണ്ട്. അത് ഒത്തിരിയില്ല, അവിടവിടങ്ങളിൽ ചിലരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടല്ലയോ യഗസ്കേൽ പ്രവചനത്തിൽ അവൻ വെൺമഴവും പിടിച്ചോണ്ട് ദൂതൻ വന്നപ്പോ പറഞ്ഞു, വെട്ടാൻ പറഞ്ഞു. അല്ല, വെട്ടുന്നതിന് മുന്നേ കരയുന്ന ചിലരിപ്പുണ്ട്. ഇതെല്ലാം കണ്ട് കരകുന്ന ചിലരുണ്ട്. ഒരു കാര്യം ചെയ്യ, കരകുന്നവരുടെ നെറ്റിയിലെ ആമൻ മുദ്രയിട്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി സ്റ്റേജിലും സദസ്സിലുമൊക്കെ കരകുന്ന ചിലരുണ്ട്, ഞരങ്ങുന്ന ചിലരുണ്ട്. അവരെ ഓർത്തുകൊണ്ട് ദൈവം ഇന്ന് രാത്രി ദൈവത്തിന് നാമം മഹത്വപ്പെടണം. ഇതെല്ലാം കണ്ട് ഞരങ്ങുന്ന ചിലരുണ്ട്. അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അവർക്കൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ അവരെ മുദ്രയിടുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചിഞ്ഞു പോരുകയാ. കർത്താവിന് മഹത്വം. അപ്പോൾ എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവർ യഹൂദ മതം വിട്ട് നസറായ മാർഗത്തിന്റെ പിറകെ വന്നവരാ. യഹൂദനെ സംബന്ധിച്ച് അവൻ ഒത്തിരി വിശേഷതയുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ജാതിയാ. ഇതുപോലെ പ്രത്യേക ജാതി വേറെ ഏതുള്ളൂ? സമ്പത്ത് ദൈവത്തിന്റെ സമ്പത്താ. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ജാതി ജനത വംശം ഉടലെടുക്കുന്നത്. ഇവർക്ക് ഒത്തിരി വിശേഷതകളുണ്ട്. യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. എത്ര ആയിരങ്ങളുടെ നടുവിൽ യഹൂദനെ കണ്ടാലറിയാം. അതുകൊണ്ടല്ലയോ നടന്നു വന്നപ്പോൾ, വെള്ളം കോരുന്ന സ്ഥലത്ത് വന്നപ്പോൾ, സഹോദരി വെള്ളം തരുമോ എന്ന് ചോദിച്ച ഉടനെ വെള്ളം തരാമെന്നോ തരികയില്ലെന്നല്ല ആദ്യം പറഞ്ഞത്, യഹൂദനായിരിക്കുന്ന നീ ശമരിയാക്കാരിയായ എന്നോട്. അപ്പോൾ യഹൂദനെ കണ്ടാലറിയാം. അവൻ്റെ വസ്ത്രധാരണം, സംസാരം, രീതി, ഇടപാടുകൾ എല്ലാം വ്യത്യസ്തമാണ്. ഞാൻ പുതിയ നിയമത്തിലോട്ട് പറഞ്ഞാൽ ദൈവമക്കളെ എവിടെ വെച്ച് കണ്ടാലും അറിയണം. പക്ഷെ ഇപ്പം ഗതികേടെന്ന് പറയട്ടെ, എവിടെ വെച്ച് കണ്ടാലും പലര് അറിയത്തില്ല. പിന്നെ സൺഡേ വരുമ്പോൾ നമ്മുടെ സഭയിലേ ആയിരുന്നു, ഇപ്പം അങ്ങനെയൊക്കെയാ. വെളിയിൽ വെച്ച് കണ്ട ഒരെണ്ണത്തിന് ഇപ്പം അറിയത്തില്ല. ചുരുക്കം പേരെ മാത്രമേ അറിയുള്ളൂ. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നീ ചന്തയിൽ പോയാലും, വീട്ടിലാന്തേലും, സഭയിലാന്തേലും, വണ്ടിയെ കയറിയാലും, തീവണ്ടി യാത്ര ചെയ്താലും, വിമാനത്തെ കയറിയാലും നിന്നെ അറിയണം. അതിനൊക്കെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് തലേക്കെട്ടുകാരെയാ. ഏതാ? പഞ്ചാബികളെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ഞാനും അച്ചാൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അച്ചാൻ അറിയാം നന്നായിട്ട്. വിമാനത്തെ കയറിയാലും പഞ്ചാബികളെ കണ്ട അവൻ അവിടെ ഇരുന്ന് പഞ്ചാബി എന്നൊന്നും പറയണ്ട, അവനെ അറിയാം. മുസ്ലിം സഹോദരിമാരെവിടെ പോയാലും അറിയാം. ലണ്ടനിലാന്തേലും, അമേരിക്കയിലാന്തേലും, വിമാനത്തിലാന്തേലും, കപ്പലിലാന്തേലും, തീവണ്ടിയിലാന്തേലും കണ്ടാൽ അറിയാൻ മേലാത്തൊരു ഗ്രൂപ്പ് ഇപ്പം ഇതേ ഉള്ളു. ഏതാ? അത് ഞാൻ മൈക്ക് കൂടെ പറയുന്നില്ല. പിന്നെ കണ്ടാൽ അറിയാം. ഞായറാഴ്ച വരുമ്പോൾ ജീസസ്, അന്നേരം മാത്രം പിടികിട്ടിയോ ഇത് നമ്മുടെ ഇനമായിരുന്നല്ലോ എന്ന്. ദൈവത്തിന് മഹത്വം. ആമേൻ. ദൈവമക്കൾ എവിടെ പാർത്താലും വേർപാട് പാലിക്കണം. അതിലെയോ സംഖ്യാപുസ്തകം 23:9-10 വായിച്ചു. വേണമെങ്കിൽ എസ്തേറിന്റെ പുസ്തകം 3:8 വായിച്ചു. ഒത്തിരി വാക്യം കൊണ്ട് തരാൻ, ഇപ്പൊ ഇത് വായിച്ചാൽ മതി. ആ സംഖ്യാപുസ്തകം 23:9-10. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നീ എവിടെ പാർത്താലും നിന്നെ കണ്ടാൽ അറിയാം. അതുകൊണ്ടല്ലയോ 3:8, എസ്തേർ 3:8, ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ. എങ്കിലും അങ്ങ് വായിച്ചോ. എസ്തേർ 3:8 ആമാൻ പറയുന്ന പ്രയോഗമല്ലയോ ദൈവദാസനെ? ഒന്ന് വായിച്ച് കേൾപ്പിച്ചേര്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി. ശ്രദ്ധിച്ചോണം, ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി.
ചിന്നിച്ചെതറി, ഒത്തിരി ഇല്ല കേട്ടോ, ചിന്നിച്ചെതറി കിടക്കുന്നു. അടുത്തത് അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസം ഉണ്ടായിരിക്കണം, വ്യത്യാസപ്പെട്ടിരിക്കും. വാക്കിലും ഉടുപ്പിലും നടപ്പിലും കൊടുപ്പിലും എടുപ്പിലും പോക്കിലും വരവിലും കൂട്ടായ്മയിലും എല്ലാത്തിലും വ്യത്യസ്തരാ. ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ലക്ഷങ്ങളുടെ നടുവിൽ നിന്നാലും ഒരു ദൈവ പൈതലിനെ കണ്ടാൽ അറിയാം. ലക്ഷക്കണക്കിന് മഹാജനങ്ങൾ കൂടി വരുന്നിടത്തും കൃപയുള്ള ദൈവ പൈതലിനെ കണ്ടാൽ അറിയാം. അവൻ വന്നാൽ അറിയാം. അതിന് ചോദിക്കുവൊന്നും വേണ്ട, വന്നാൽ അറിയാമല്ലോ. സ്തോത്രം. നമ്മളിപ്പോ യോഗമൊക്കെ കഴിയുമ്പോൾ ചോദിക്കുന്നത് മേരിക്കുട്ടി ഉണ്ടായിരുന്നോ? പിന്നെ എവിടായിരുന്നു? ഞാനങ്ങ് പുറകിലിരിപ്പുണ്ടായിരുന്നു, വന്നപ്പോൾ താമസിച്ചു, പിന്നെ തെള്ളി എന്തിനാ മുന്നോട്ട്? ഞാൻ തങ്കച്ചായൻ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ആ സൈഡിലിരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, പാസ്റ്റർ കാണാനിട്ട്. ബേച്ചാനോ? ഞാൻ ഇടയ്ക്കിരിപ്പുണ്ടായിരുന്നു. കറിയാച്ചൻ എവിടാ? ഞാൻ തൊട്ട് പുറകിലുണ്ടായിരുന്നു. അയ്യോ, അപ്പം ബേബിയും തങ്കച്ചനും ഒന്നും വന്നതാരും അറിഞ്ഞില്ല. പക്ഷെ കൃപയുള്ളവൻ വന്നാൽ ചോദിക്കണ്ട. അവൻ പുറകിൽ ഇരുന്നാലും സൈഡിൽ ഇരുന്നാലും പുറകിലിരുന്നാലും നടുക്കിരുന്നാലും അവൻ്റെ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം, അവൻ്റെ ഹല്ലേലൂയ കേൾക്കുമ്പോൾ അറിയാം, അവൻ്റെ ഇരിപ്പും ഭാവവും കാണുമ്പോൾ അറിയാം ഇവൻ വേർപാട് പാലിക്കുന്നവനും പ്രമാണത്തിൽ നിൽക്കുന്നവനുമാണ്. ദൈവമക്കൾ എവിടെ പാർത്താലും അവരെ അറിയാം. ഇത് വേർപാടിൻ്റെ ഉപദേശമാണ്. ആട്ടെ, ഞാൻ അധികം ഈ പ്രസംഗം ഇവരോടൊക്കെ ഒന്ന് മനസ്സിലാക്കുകയായിരുന്നേ നല്ലതായിരുന്നു. എന്തോ ചെയ്യാൻ സമയവുമില്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, പരിഭാഷയ്ക്കുന്ന സാറ് പറഞ്ഞു കൊടുക്കണേ ഇവർക്ക്. ഞാൻ പറഞ്ഞതുപോലെ പറയുകയും ചെയ്യണം. ദൈവത്തിന് മഹത്വം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് രാത്രി എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവർ യഹൂദ മതം വിട്ട് നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നതാ. ആമേൻ. അങ്ങനെ വന്ന് ഇവര് ആമേൻ സ്തോത്രം ഇതെല്ലാം വിട്ടേച്ച് വന്നു. ഏതൊക്കെ? ഒത്തിരി കാര്യങ്ങൾ വിട്ടേച്ചാ വന്നേ. ഒന്ന്, ജാതിയുടെ മഹത്വം, അത് വിട്ടു. രണ്ട്, വലിയ വലിയ പള്ളി, അമ്പരചുംബിയായ യെരൂശലേം ദേവാലയം ഹെരോദാവ് പുതുക്കി പണിതതാ, അതെല്ലാം ഇവര് വിട്ടു. പള്ളിക്കകത്ത് എന്തെല്ലാം സാധനമാ പള്ളിക്കകത്ത്. കണ്ടാൽ കണ്ണഞ്ചിക്കുന്ന എല്ലാം പൊന്നുകൊണ്ടും തങ്കം കൊണ്ടും പൊന്നിലാൽ പൊതിഞ്ഞതും ഒക്കെയായ നല്ല വസ്തുതകളല്ലയോ ഇതിനകത്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ എന്തോ കൗതുകവും എന്തോ ആകർഷണീയമാ. മാത്രമാണോ മഹാപുരോഹിതൻ ആണ്ടിലൊരു ഇറക്കമുണ്ട്. കണ്ടാൽ നമ്മൾ വരവ് വരുമ്പോഴേ പുള്ളി വർഷത്തിലൊന്നിങ്ങനെ വരും, ചുമ്മാ ഇരിക്കുന്നവൻ. അവൻ വലിയ മഹാപുരോഹിതൻ. മാത്രമാണോ 24 കൂറിന്റെ ക്രമത്തിൽ നിൽക്കുന്ന വേറെ പുരോഹിത വരേണ്യന്മാര്. അവരുടെ സ്ഥാനചിഹ്നങ്ങള്, വേഷഭൂഷാദികള്, നീളക്കുപ്പായ, നെലിയങ്കി, നടുക്കട്ട, ഏബോധ, മാർപ്പതൊക്കെ, ഉള്ളങ്കി, മേലങ്കി, മുടി എന്ന് വേണ്ട, ഇതെല്ലാം കൂടെ ഉടുത്തൊരുങ്ങി ഒരു വരവ് വന്നാൽ അന്തം വിട്ടുപോകാം. അപ്പൊ ഇതെല്ലാം വിട്ടേച്ചായി ഇറങ്ങിയത്. മാത്രമാണോ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ പള്ളിയോട് ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നല്ല ഒന്നാം തരം കല്ലറ. നമ്മുടെ കല്ലറ എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. ആരേലും ചാകുമ്പം 2 എണ്ണത്തിന് വിടും, പോയി അതെല്ലാം തെളിക്കടാ. അവൻ ചെന്ന് കമ്മ്യൂണിസ്റ്റ് പച്ചയും കാടും എല്ലാം വെട്ടി അവൻ്റെ കാലും കീറി അവെല്ലാം കൊണ്ട് അവൻ പ്രാഗിയായി ഇത് തെളിക്കുന്നത്. കാരണം നമുക്കിതൊന്നും വിഷയമല്ല. ചില സെമിത്തേരിയിലൊക്കെ ചെന്നാൽ നമുക്ക് അപ്പോൾ ചോദിക്കും എന്താ അങ്ങനെ? അല്ല, എന്നാലും ഒരു വൃത്തി വേണ്ടായോ? ചിലയിടത്തില്ല. ചിലയിടത്ത് എന്നാൽ ഒന്നും ഞാൻ പറയുന്നില്ല, വേണ്ട വെറുതെ. നമ്മുടെ കല്ലറകളും ഇതൊക്കെ അങ്ങനാ. ദൈവത്തിന് മഹത്വം. എന്നാ അവരുടെ കല്ലറ അത് കണ്ടാൽ തന്നെ നമുക്ക് ചാകാൻ തോന്നും. അത് കണ്ടാൽ നമുക്ക്. ഈയിടെ ഒരു അടക്കത്തിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് അങ്ങ് ചാകാൻ തോന്നുക. ഞാൻ ഇവരടക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവരുടെ കൂടെ നിന്ന് ആരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, തൊട്ടടുത്തുണ്ട്. പുള്ളിക്ക് അത് കണ്ടപ്പോൾ പറയൂ, അയ്യോ ഇതാ. നമ്മുടെ ആൾക്കാർക്ക് വെളിവൊന്നുമില്ലാത്ത ഒത്തിരി എണ്ണമുണ്ട്. പെട്ടി മൂടുന്നതിന് മുന്നേ മണ്ണ് വാരി നെഞ്ചത്തെടുക്കുക. ജീവിച്ചപ്പോൾ ഇത് തന്നെ ആയിരുന്നു. ഈ പുള്ളി ജീവിച്ചപ്പോഴും ചെളി വാരി എറിയുക. എന്നാൽ പെട്ടി മൂടിയാച്ചതിൻ്റെ പുറത്ത് മണ്ണിടണമെന്നൊന്നും പ്രമാണമില്ല. പിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു തന്മയത്വത്തോടെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. മണ്ണിൽ നിന്ന് എടുത്തിരിക്കാതെ മണ്ണിലോട്ട് ചേർന്നു എന്ന് അതിനൊരു ഒരു ദൃഷ്ടാന്തമാക്കി അങ്ങ് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഓരോരുത്തരും മണ്ണെന്തിയ
മണ്ണ് തപ്പുക. ഇതിപ്പോ ഇട്ടാലും വിട്ടിലും ഗുണമുള്ളവനാന്ന് ഉയർത്തോളും. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യഹൂദ ജാതി ഇതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ വന്നു, ഈ മാർഗത്തിൽ വന്നു. ഇങ്ങനെ വന്ന് ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, ഇത് ത്യജിച്ചതെല്ലാം ഭോഷത്വമായോ എന്നൊരു ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവര് ക്ഷീണിച്ചു. അപ്പോൾ അങ്ങനെ ക്ഷീണിച്ചു വശപ്പെട്ടു പോയ എബ്രായ ക്രിസ്ത്യാനികളെ ഉറപ്പിക്കാൻ പൗലോസ് എഴുതിയ ലേഖനമാ എബ്രായ ലേഖനം. നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് മണ്ടത്തരമൊന്നും പറ്റിയിട്ടില്ല. നീ വിട്ടതും ഉപേക്ഷിച്ചതും ത്യജിച്ചതും വെറുത്തതും പോക്ഷത്വമല്ല, ഏറ്റവും ശ്രേഷ്ഠമാണ്. അല്ല, ഇപ്പൊ നമ്മുടെ ഇടയിലുമൊക്കെ ആൾക്കാർക്കുണ്ട്, പഴയ വിശ്വാസികളിൽ ചില സഹോദരിമാർക്ക് ചിലർക്ക് ചില ചിന്തയുണ്ട്, ഊരിയത് അബദ്ധമായോ എന്ന്. അങ്ങനത്തെ മെസ്സേജ് ആണെന്നല്ലോ ഇപ്പം വിദ്വാൻമാരെല്ലാം കൊടുത്തോണ്ട് ഉന്നോട്ടിച്ചാ. അപ്പൊ ഇവർക്കൊരു ചിന്ത, ചിലർക്ക് അയ്യോ ഇത് ഊരി കളഞ്ഞതല്ല, അബദ്ധമായോ. അപ്പൊ ഇട്ടവർക്കൊരു സന്തോഷം, ഞങ്ങൾ മിടുക്കന്മാരാ, ഊരിയില്ലല്ലോ. പണ്ടൊക്കെ അങ്ങനെ. ഇത് വടിച്ചു കളഞ്ഞവർക്കൊരു ചിന്ത, മണ്ടത്തരമായി പോയി, സമയവും പോയി, ബ്ലേഡും പോയി. മറ്റവനാണ് ഇതിപ്പോ നീട്ടുക. നമ്മൾ ചോദിച്ചാണ് അവന് കയ്യബ്രഹാമിനുണ്ടായിരുന്നല്ലോ ഒന്ന്. കയ്യബ്രഹാമിനെ പോലെ ആണോ നിന്റെ ജീവിതം? നീ കയ്യബ്രഹാമിന്റെ താടി മാത്രമല്ല കണ്ടോളൂ, അദ്ദേഹത്തിന്റെ ജീവിതവും ശുശ്രൂഷയും നീ കണ്ടോ? അതുപോലാണോ നീ ജീവിക്കുന്നത്? ഒരുത്തനോട് ചോദിച്ചപ്പോൾ ഞാൻ മല്ലപ്പള്ളി പൊടിക്കുഞ്ഞിനുണ്ടായിരുന്നല്ലോ ഒന്ന്. ഇവനോടൊക്കെ എന്നാ പറയാൻ? ദൈവത്തിന് മഹത്വം. അപ്പൊ ചിലർക്ക് ഇപ്പൊ ഇത് അബദ്ധമായി, ഉപേക്ഷിച്ചത് മണ്ടത്തരമാകുന്നൊരു ചിന്ത. അപ്പോൾ അങ്ങനെ ചിന്തിച്ചവരോട് പറയുക, നിങ്ങൾ ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ വന്നു കയറിയിരിക്കുന്നത്. ഇവിടെ ഒരുവനുണ്ട്, നസറേയനാകുന്ന യേശു ക്രിസ്തു, എല്ലാവരും ശ്രേഷ്ഠൻ. ഇതുപോലെ യോഗ്യനും ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ളവനും മഹത്വമുള്ളവൻ വേറൊരുത്തൻ ഇല്ല. അവൻ പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനായ നസറായനാകുന്ന യേശു ക്രിസ്തു. ഈ കാര്യങ്ങൾ പറഞ്ഞവരെ ഉറപ്പിക്കുന്നു. ഉറപ്പിച്ചു പൗലോസ് 10-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇനി അടുത്തു വാ. ഇവരിതൊക്കെ ചിന്തിച്ചങ്ങ് അകന്നുപോയി. ഇവര് ആരംഭ സമയത്ത് നല്ല തീക്ഷണതയുള്ളവരായിരുന്നു. ആരംഭത്തിൽ അതാ 32-ാം വാക്യം, ഇപ്പം വായിച്ച കുറുവാക്യം 32. ആരംഭത്തിൽ എങ്ങനായിരുന്നു? എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, പ്രകാശനം എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിച്ചു. സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാണ്. അത് ദൈവത്തിന്റെ വചനമാണ്. അങ്ങനാണല്ലോ ആദിയിൽ വചനമുണ്ടായിരുന്ന, വചനം ദൈവത്തോടു കൂടെ. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതി കൊണ്ടാൽ നന്ന്. യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കുമെന്ന് സംഖ്യാപുസ്തകത്തിൽ വാക്യവുമുണ്ട്. അത് തുമലപുത്രന്മാരെ തകർക്കുമെന്നുമുണ്ട്. ആ ദിവ്യ വെളിച്ചം ഹൃദയത്തിൽ പ്രകാശിച്ചു. അതാ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം. പിന്നെ എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ഈ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി. അപ്പോൾ നിങ്ങൾ ആരംഭ സമയത്ത് നല്ല തീക്ഷണതയോടെ നിന്നു. അതിനൊരു തെളിവ് 6:9 വായിച്ചു. ആരംഭത്തിൽ എങ്ങനായിരുന്നു? 6:9. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല എന്ന് ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് പഠിച്ചാൽ ഇവർ ആരംഭ സമയത്ത് തീക്ഷണതയോടെ നിന്നവരാ. വളരെ തീക്ഷണ. കഷ്ടങ്ങളും പോരാട്ടങ്ങളും ഒക്കെ സഹിച്ചാ നിന്നത്. അതെ, ഈ പ്രമാണത്തിന് വേണ്ടി, ഈ ഉപദേശത്തിന് വേണ്ടി വളരെ സഹിച്ചു നിന്നവരാ. മാത്രമാണോ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അയ്യോ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുവാൻ, ചെലവഴിക്കുവാൻ എത്രയോ. ഞാൻ പല ഉപദേശിമാരുടെ പിള്ളേരുമൊക്കെ ആയിട്ട് അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മാസ്റ്റേ ഇപ്പോൾ ആ വീടും ചുറ്റുപാടും പണ്ടൊക്കെ പെയ്ത്തോമിലല്ലേ താമസിക്കുന്ന, ഒരു ചായ്പേ കാണുകയുള്ളൂ. അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെല്ലാം ഹോളിലാണ് കിടക്കുന്നത്. തന്നെയാണോ ഉപദേശിമാരുടെ പിള്ളേരോട്, പഴയ പിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊന്നുമല്ല, പഴയ പിള്ളേർ ചിലപ്പം കഴിക്കാനൊന്നും തികയത്തില്ല. അപ്പം അമ്മ ദൈവദാസി പിള്ളേരെ കണ്ണ് കാണിക്കും, പൊക്കോളാൻ.
പിള്ളേരവരുടെ മുറ്റത്ത് പോയിരിക്കുകയോ ഹോളിൻ്റെ പരിസരത്തോ ഒക്കെ മാറിയിരിക്കുക. അതിഥികളല്ലേ, ടിജുമച്ചനൊക്കെ വരിക എന്നേ പറയുകയും വേണ്ട, തീർന്നു. ഓ, നിങ്ങൾക്കത് പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യമാണ്. പള്ളിപ്പാട്ടിൽ നിന്ന് കുമ്പനാട്ട് കഷ്ടതയുള്ള സമയത്ത് കേട്ടതാ, മൺമറഞ്ഞ ബഹുമാന്യ കർത്തദാസ് എം വി വർഗീസ് അവർകൾ എന്നോട് പറഞ്ഞതാ. അന്ന് ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് മാവേലിക്കരയ്ക്ക് അപ്പുറത്ത് ഒരു വിശ്വാസി ഒരു ചെറിയ കൊട്ടയ്ക്കകത്ത് 68 എള്ളുണ്ട കൊടുത്തു വിട്ടു. കുമ്പനാട്ട് അധ്യാപകർക്കും പിള്ളേർക്കും 4 മണിക്ക് ഒന്ന് കുറിക്കാൻ 68 എള്ളുണ്ട കൊടുത്തു. അത് കുമ്പനാട്ടെ അമ്മച്ചിയുടെ കൈ കൊടുത്തു. അമ്മച്ചി അത് വെച്ചു അധ്യാപകർക്കും അത്യാവശ്യക്കാർക്കും ഒക്കെ കൊടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നത് TG ഉമ്മച്ചൻ അവർകളാണ്. അനേകം ഇറങ്ങി വന്നപ്പോൾ അറിയാമല്ലോ, നിങ്ങളൊക്കെ അനുഭവിച്ചവരാ. അപ്പോൾ ഉമ്മച്ചനപ്പച്ചൻ വന്നോടനെ ഉമ്മച്ച ഇരിക്കെന്ന് പറഞ്ഞ് വെച്ചു കൊച്ചമ്മേ കുടിക്കാൻ ഇപ്പം കട്ടൻ കൊണ്ട് കൊടുത്തു. വലിയ പുള്ളിക്ക് പ്രത്യേക പാത്രമാണ് കൊടുക്കാനൊക്കെ. അതുകൊണ്ട് കൊടുത്ത ഉടനെ കുമ്പനാട്ട ഹെബ്രോനിലെ അമ്മച്ചി 18 എള്ളുണ്ട കൊണ്ട് കൊടുത്തു. പുള്ളിയുടെ ആക്കം അനുസരിച്ച എല്ലാവർക്കും 2 കൊടുക്കാനാ ഇരുന്നത്. പുള്ളിക്ക് 18 എള്ളുണ്ട. ആ 18 എണ്ണം കൊടുത്ത് കട്ടനും കൊടുത്ത് പുള്ളി കട്ടൻ കുടിച്ച് ഇല്ല കടല കുടിക്കും പോലെ 18 എള്ളുണ്ട്. പുള്ളി കുറച്ചേ ചോദിച്ചു, അച്ഛമ്മേ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം കുമ്പനാട്ടെ അമ്മ അത് കൊട്ടയോടെടുത്ത് ആ ഉമ്മച്ചന് ആവശ്യമുള്ളത് എടുക്കാൻ. പുള്ളി അത് 68 തീർത്തു. 68 തീർത്തു. എന്നോട് പാസ് എം വി വർഗീസ് അവർകൾ പറഞ്ഞതാ. അവർ 68 എള്ളുണ്ട. രാത്രി ആയപ്പം വയറ് വന്ന് വീർത്ത്, എണ്ണയല്ലേ, എണ്ണ കയറി കനച്ചു, ബുദ്ധിമുട്ടായി. ബഹുമാനപ്പെട്ട സാറപ്പച്ചൻ അവർകൾ വയറ്റി കൈവച്ച് പ്രാർത്ഥിച്ചു. വയറ് ചൊട്ടി ബാത്റൂമിൽ പോയി. കാരണം 68 എള്ളുണ്ട അകത്ത് കിടക്കുന്നത്. ഈ ടൈപ്പ് ആൾക്കാരാ ഞായറാഴ്ച വരുന്നെങ്കിൽ എന്നാ നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഉള്ള കാര്യമാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല, അന്നത്തെ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കിട്ടത്തെ. അനേക ദൈവദാസിമാര് പട്ടിണിയാ. അങ്ങനെയൊക്കെ സഹിച്ച് എന്താ ഈ വേലയെ സ്നേഹിച്ചതാ, ഈ വേലയെ ആദരിച്ചതാ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാൽ ശുശ്രൂഷിക്കുന്ന. ഇടയ്ക്ക് കയറി പറയാ, അങ്ങനെയുള്ള അനുഭവിച്ച തലമുറയൊന്നും ദൈവം മറന്നില്ല, അവരുടെ സന്തതികളെയും ദൈവം മറന്നില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അല്ല, ദൈവം മറക്കത്തില്ല. അങ്ങനല്ലയോ വായിച്ചു കേട്ടത്? ഇത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ നിന്നെ മറക്കത്തില്ല, നിന്റെ സന്തതിയെ മറക്കത്തില്ല. ദൈവം നിന്നെ ആദരിക്കും, ഓർക്കും, ദൈവം നിന്നെ ഉയർത്തും. അപ്പൊ ആരംഭ സമയത്ത് വളരെ പോരാട്ടമൊക്കെ സഹിച്ചതാ. പക്ഷെ ഇപ്പൊ ഇവരെ ഒത്തിരി അകന്നു പോയി. അതുകൊണ്ടാ പൗലോസ് 10-ാം അധ്യായത്തിൽ പറഞ്ഞ് ഇനി അടുത്ത് വാ, അവിടെ പുറകെ പോയിരിക്കാതെ ഇനി വരാൻ, ഇനി അടുത്ത് വരാൻ. പുറകിലും ആൾക്കാർ ഇരിപ്പോട്ട്, നിങ്ങളും വാ അടുത്ത്, വെളിയിലൊക്കെ ഇരിക്കുന്നു, വാ അടുത്ത് വാ. അപ്പൊ നിങ്ങൾ അകന്നു പോകരുത്. ആ 10-ാം അധ്യായത്തിന്റെ 19 മുതലൊന്ന് വായിച്ചേ, അറിവുള്ള വാക്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ. അപ്പൊ ശ്രദ്ധിച്ചേ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുപടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗതിനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീക്കമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വാ. എന്തോ പറ്റി, നിർത്തണോ? അപ്പൊ ശ്രദ്ധിച്ചേ, എനിക്ക് തോന്നി ഇനി സമയം പോയോന്ന്. ഞാൻ പെട്ടെന്ന് നിർത്താം, പെട്ടെന്ന്. പോട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കറിയാം, ആ ഭാഗമൊക്കെ പഠിക്കുമ്പോഴറിയാം, എബ്രായ ക്രിസ്ത്യാനികളോട് പറയുക അടുത്തു വാ. അതിന് അടുത്ത് വരാൻ പറഞ്ഞപ്പോ ഇപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ അകന്ന് നിൽക്കുക. അതുകൊണ്ടല്ലേ അടുത്ത് വരാൻ പറഞ്ഞേ? അല്ല, ആരംഭത്തിൽ അടുത്ത് നിന്നവരാ. ഇപ്പൊ ഇവര് അകന്നു പോയി. അകലാൻ കാര്യമല്ല, അത് പറയാം, എല്ലാം വിവരിക്കാൻ നേരമില്ല. അകലാൻ കാര്യം 2 കാര്യമാണ്. ഒന്ന്, ഒരു ശുദ്ധ ഹൃദയമില്ല. 2, ദുർമനസാക്ഷി, മനസാക്ഷി ഒന്നുമില്ല. അതുകൊണ്ട് എന്തും ചെയ്യും, എന്ത് തെറി പറയും, അടിയുണ്ടാക്കും, കേസ് കൊടുക്കും. കോടതിയിൽ എത്ര കേസാണ്? ആർക്കാന്നൊന്നും എന്നോട് ചോദിക്കരുത്.
നമ്മൾ അങ്ങോട്ട് മുടക്കുന്നു, ഉടനെ അവർ മൊത്തം മുടക്കല്ലേ. പ്രസിഡന്റിനെ സെക്രട്ടറി മുടക്കുന്നു, സെക്രട്ടറിയെ പ്രസിഡന്റ് മുടക്കുന്നു, രണ്ടിനെയും കൂടെ വിശ്വാസി മുടക്കുന്നു. മനസ്സിലാകാതിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം. എനിക്കാന്ന് ഇങ്ങനെ പറയാതിരിക്കാനും ഒക്കത്തില്ല. നിങ്ങളാരും പറയരുത്, നിങ്ങൾക്കൊക്കെ അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ തരും, ഞാൻ അതിൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. എനിക്ക് പണ്ടേ ട്രാൻസ്ഫർ കിട്ടി കിടക്കുക. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയുക, നല്ല മനസാക്ഷിയില്ല. അതുകൊണ്ട് ചെളി വാരി എറിയുന്ന അന്യോന്യം ഒരു സഭയിൽ ഒരു സംഘടനയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ അന്യോന്യം ചെളിവാരി ഫേസ്ബുക്കിൽ കൂടെ പിന്നെന്തുവാ വാട്സപ്പിൽ കൂടെ എല്ലാം ചെളിവാരി എറിയല്ലേ. അയന്നാ നല്ല മനസാക്ഷിയില്ല, മനസാക്ഷിയെല്ലാം പോയി, നല്ല ഹൃദയവുമില്ല. ദൈവത്തിന് പ്രിയരേ, അവൻ ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനവും കിട്ടിയില്ലെങ്കിലും നല്ലൊരു ഹൃദയം വേണം. ആസാബ് അതുകൊണ്ടാ പറഞ്ഞത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് എങ്ങനെ? ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നത്. ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനവും അങ്ങാടിയിൽ വന്നനവും പള്ളിയിൽ മുഖ്യാസനവും ആൾക്കാർ റബ്ബി റബ്ബുനി എന്നൊന്നും വിളിച്ചില്ലെങ്കിൽ നിനക്ക് നല്ലൊരു ഹൃദയം വേണം. ഹൃദയമില്ലാത്തിനേക്കാളും കപടമുള്ളത് ആരാഞ്ഞറിയുന്നവൻ ദൈവമാ. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാ. ഇന്ന് രാത്രി രണ്ട് കാരണം കൊണ്ട് അകന്നു പോയി. ഒന്ന്, ശുദ്ധ ഹൃദയമില്ല. രണ്ട്, മനസാക്ഷി നല്ലതല്ല. പക്ഷെ അങ്ങനെ ഉള്ളവരെ ദൈവം തള്ളിക്കളയുന്നില്ല, അവരെ വിളിക്കുക, ഇഞ്ഞു വാ. അങ്ങനെ വിളിക്കുമ്പം പറയാ, 3 കാരണങ്ങൾ കാണിച്ചേച്ചാ വിളിക്കുന്നത്. ഒന്ന്, യേശു ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇഞ്ഞു വരാൻ പറഞ്ഞു. പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതൊന്നുമല്ല, ഇത് ഒരു പുത്തൻ വഴിയാ. ഈ വഴി എങ്ങനെ തുറന്നെന്ന് ചോദിച്ചാൽ, അവിടുത്തെ തിരുശരീരം നമുക്കായി ചീന്തി, മുൾക്കിരീടധാരിയായി മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, ആമേ ചവണ കൊണ്ട് രോമങ്ങൾ പിടിതെടുത്ത് കുനിയപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ ദാക്ഷണ്യം കൂടാതെ ചാട്ടവാറ് ചുഴറ്റി അടിച്ച് ഫലിച്ചപ്പോൾ ആ പച്ചമാംസം തിരുശരീരത്തിൽ നിന്ന് ഇരുന്ന് പറഞ്ഞ് പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ പാടുക, മുതക ഉടവുചാല് പോലെ നീളത്തിൽ കീറി. ഇന്ന് രാത്രി എൻ്റെ പ്രിയരെ, അങ്ങനെ കീറിയാ നിനക്കൊരു വഴിയൊരുക്കിയിരിക്കുന്നത്. ഇത് കാശ് കൊടുത്താ കിട്ടുന്ന വഴിയല്ല, ഇത് മറ്റുള്ളവർ തരുന്ന വഴിയല്ല. അവിടുത്തെ തിരുശരീര ചീന്തി എനിക്ക് നിനക്ക് ഒരു വഴി തുറന്നിരിക്കുക. ദൈവത്തിന് മഹത്വം. ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി ചിന്തിയല്ലോ സ്വന്തം. പാടുന്നില്ലെന്ന് പറഞ്ഞത്, എന്നാലും വന്നു പോയതാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് തിരുശരീരം ആമ ചീന്തി, ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കാതെ ഞാൻ അടുത്തു വാ. 2, അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് മഹത്വം. നമുക്ക് ഒരു മഹാപുരോഗതൻ സ്വർഗത്തിലുണ്ട്, പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യാൻ ഒരുവൻ സ്വർഗത്തിൽ. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുക. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ വാദിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നത്? നമുക്കെതിരെ വാദിക്കാൻ ഒരുത്തനുണ്ട്, അവൻ്റെ പേരാണ് അപവാദി. അവനെ ഒടുവിൽ തള്ളിയിടും. പക്ഷെ ഇപ്പൊ അവൻ ഇങ്ങനെ ചെന്ന് വാദിച്ചുകൊണ്ടിരിക്കുക, എനിക്കും നിങ്ങൾക്കുമെതിരെ. അങ്ങനെ എനിക്കും നിനക്കുമെതിരെ അപവാദിയാകുന്ന പിശാച് വാദിക്കുമ്പോൾ ആരുമില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. എനിക്കും നിനക്ക് വേണ്ടി നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. യേശു ഇപ്പൊ പക്ഷപാതം ചെയ്യുക. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ അടുത്ത് വാ, അകന്ന് നിൽക്കണ്ട. 3, ഇവിടെ പരിശുദ്ധ രക്തമുണ്ട്. സകല പാപങ്ങളും പരിഹരിക്കുന്ന, സകല പാപങ്ങളും പോക്കുന്ന പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കാതെ ധൈര്യത്തോടെ അടുത്തു വാ. സ്തോത്രം, സ്തോത്രം. പിന്നെ അടുത്ത് വരുമ്പോൾ അതോടെ പറഞ്ഞ ആ ഭാഗം വിടാം. 2 വിധത്തിലെ ശുദ്ധീകരണം. 1, ബാഹ്യ ശുദ്ധീകരണം. 2, ആന്തരിക ശുദ്ധീകരണം. ആന്തരിക ശുദ്ധീകരണത്തിന്റെ വാക്യം ആ കണ്ണിയിലുണ്ട്. രക്തം തളിക്കണം. രക്തം ഹൃദയങ്ങളിൽ
ഹൃദയമകത്തല്ലേ, അപ്പൊ അകത്തെ ശുദ്ധീകരണം. ഭാഗ്യ ശുദ്ധീകരണം അതിന്റെ വാക്യമാ, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. അത് ഭാഗ്യ ശുദ്ധീകരണം. ആ വെള്ളമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. അതാ ഭാഗ്യ ശുദ്ധീകരണം. നമ്മളൊരു പാട്ട് പാടുമല്ലോ, പോഷിപ്പിക്ക പത്യവചനമാ ക്ഷീരത്താൽ എന്നെ നിർമ്മല തോയം. തോയം വെള്ളം, സലിലം, ജലം, തോയം, ഇതൊക്കെ വെള്ളമാണ്. അപ്പൊ നിർമ്മല തോയം, അതായത് പ്രാലേഖന ശുദ്ധവെള്ളം. ആ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. അപ്പോൾ ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണവും, ഈ രണ്ട് ശുദ്ധീകരണത്തോടെ ഇനി അടുത്ത് വരണം. അങ്ങനെ അടുത്ത് വന്ന ദൈവമക്കളോട് എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, നിർത്തുക. ദൈവമക്കളോട് പറയുകയാ, നിങ്ങളെ പൂർവകാലം ഒന്ന് ഓർക്കണം, ഇപ്പോഴത്തെ വർത്തമാനകാലം ഒന്ന് ഓർക്കണം, 3 നിങ്ങളുടെ ഭാവി കാലം ഓർത്തോണം. അതൊക്കെ എൻ്റെ ശൈലി അനുസരിച്ച് എനിക്കതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ പാട്ടും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചേർത്ത് പറയണമെങ്കിൽ എനിക്കൊരു 2-2.5 മണിക്കൂർ കിട്ടിയെങ്കിൽ എൻ്റെ രീതി. പക്ഷേ ഇന്നതിന് നമുക്കൊക്കത്തില്ല, എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിലും ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇവിടെ വന്ന് 2 വാക്ക് പറഞ്ഞത് തന്നെ ഞാൻ വലിയ മഹാഭാഗ്യമായിട്ട് എണ്ണുക. വിശേഷിച്ച് ബഹുമാനപ്പെട്ട അച്ചായനും ആദരണീയ കർത്തൃദാസന്മാർ ഇവിടെ തിയോളജിയൊക്കെ പഠിപ്പിക്കുന്നവരാ. പേടിച്ചാ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നടുവിൽ നിന്ന് ഈ പോഷനാകുന്ന എനിക്ക് ഇങ്ങനെ അല്പസമയം പറയാനും നിങ്ങളെല്ലാം വളരെ ക്ഷമയോടെ അത് കേട്ടിരുന്നത് ഞാൻ വലിയ മഹാഭാഗ്യമായിട്ട് എണ്ണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 3 കാലമാണ്. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. എല്ലാം വിവരിക്കുന്നില്ല. പൂർവകാലം രക്ഷിക്കപ്പെട്ട സമയത്തുള്ള കാലമാ ഒരാശയം. അതാണ് കഷ്ടങ്ങളും പോരാട്ടങ്ങളും ഒക്കെ സഹിച്ചത്. പക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് വേദപുസ്തകത്തിൽ മുൻകാലം, പഴയ കാലം, അജ്ഞാതകാലം, പണ്ടത്തെ കാലം, ഇങ്ങനെയുള്ള പല പ്രയോഗമുണ്ട്. വേണേ 1-2 വാക്യം കർത്തദാസൻ എന്ന് വായിച്ചു സഹായിച്ചു. പൂർവ്വകാലം എങ്ങനെയായിരുന്നു? എൻ്റെയും നിങ്ങളിൽ പലരുടെയും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യവും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം, പിന്നെ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും, പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും. ബാക്കി ഇപ്പൊ പറയാൻ നേരമില്ലെങ്കിലും ഒന്ന് വായിച്ചു. ഗലാത്യ ലേഖനം 4-ന്റെ 8 ഒന്ന് വായിച്ചു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, അതാ അന്ന് പണ്ടത്തെ കാലമാ കേട്ടോ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ, ജീവനുള്ള ദൈവത്തെ അറിയാതെ നടന്നൊരു കാലമുണ്ടായിരുന്നു. ആമേൻ. അത് ദൈവത്തെ അറിയാഞ്ഞത് കൊണ്ട് മറ്റുള്ളതിനെല്ലാം ദൈവമാണെന്ന് കരുതി. സത്യദൈവത്തെ അറിയത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ശക്തിയും മിടുക്കും ഉള്ളതിനെയെല്ലാം നമ്മൾ ശാന്തമ്മ ദൈവം, ബാബു ദൈവം, കോട്ടയത്തുണ്ടായിരുന്നു ദൈവം തങ്ക ദൈവം ഉണ്ട്. ഇല്ലിക്ക അപ്പുറ പാലത്തിൻ്റെ അവിടെ താമസിക്കുന്നത്. അതിന് കാരണം ഞാൻ ഒരു യോഗത്തിന് പോകാൻ നേരത്തിനോട് ചോദിച്ചു. ഒരാൾ വന്ന് ചോദിച്ചു, എവിടെ പോവാ? ഞാൻ പറഞ്ഞു, ഇന്നടുത്ത് പോവാ. ഏത് വീട്ടിലാ? അപ്പം ഞാൻ വീട്ടുപേര് പറഞ്ഞു. ഓ, ദൈവം തങ്ക എടുക്കലാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചെന്നപ്പോഴും തങ്ക ഇങ്ങനെ ഒരു കസേരയിരിക്കുക, ദൈവം കളിച്ച്. ശാന്തമ്മ ദൈവം, ബാബു, പേരൊരു സുഖമില്ല, ദൈവം ബാബു. അതൊരു എനിക്കൊരു സുഖമായിട്ട് തോന്നുന്നില്ല. ബാബു പേരിടുമ്പോഴെങ്കിലും ഒരു ചൊവ്വുള്ള പേര്. അയ്യോ, ഇവരാരും സ്വഭാവത്താൽ ദൈവങ്ങളല്ല, അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പൂർവ്വകാലമാ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇവരാര് സ്വഭാവം കൊണ്ട് ദൈവമല്ല. ദൈവത്തിന് വിശേഷത ഒത്തിരിയുണ്ട്. എന്താ? അവിടുന്ന് സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാ, സർവശക്തനാ, സർവത്തെയും സൃഷ്ടിച്ചവനാ, സർവത്തെയും ഭരിക്കുന്നവനാ. അവിടുന്ന് ദൈവം. സാറൊരിക്കലൊരു പ്രയോഗം കൊടുത്തു. സകല ലോകങ്ങൾക്കും ആദി കാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേർന്ന് പെരുകവൻ. ചൊല്ലാൻ നേരമില്ല. ആഗമാകാരന്മാരിൽ ആദമൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. അത് സാറ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്ന് ചൊല്ലിക്കോട്ടെ.
സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ ദൈവം, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരില്ലാതവൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഇനി തിയോളജിയന്മാർക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് പിടികിട്ടും. ഏലൊന്നോരപ്രിയമാമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചിതല്ലോ. ഇലോകി ശബ്ദായി യൂയലോകി അഡോണായി വിലോപമെന്നേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈ ജനാൽ പ്രകടിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടത്തൻ നിജാശയൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അതാ ദൈവം. കാശന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസറായൊരു ശിംഷോൻ 1000 ബലിസ്തരെ കാശനീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ മുക്കുവന്മാര് ധീവരര് ദാശരെ പ്രഭാഷണപ്പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നോട് കരം ചേർന്നാൽ. ഊഴിക്ക് നിർമ്മാതാവേ ദൈവനിർണയമാകും ഭഗവത വ്യാഖ്യാന ഭംഗങ്ങളും. നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ധ്യ നമസ്തേ ദേവദേവ നമസ്തേ നദജന പാലന പാരായണ. പണ്ട് ഞാൻ ചൊല്ലിയപ്പോൾ ഒരു തള്ള പറഞ്ഞ ഹിന്ദുമാർഗത്തിന് വന്നതിൻ്റെ ബന്ധനമാണ്. തള്ളയോട് പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും സർവത്തെ സൃഷ്ടിച്ചവനാ. ഈ ദൈവത്തെ ഒരു കാലത്ത് അറിയത്തില്ല. അതാ എന്നാൽ അന്ന് നിങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അടുത്ത വാക്യം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. നാം ദൈവത്തെ അറിഞ്ഞു മാത്രമാണോ ദൈവം നിന്നെ അറിയുന്നുണ്ട്. മക്കളാരും നിന്നെ അറിയത്തില്ലെങ്കിൽ നിന്നെ അറിയുന്ന ദൈവമുണ്ട്. ഭർത്താവോ ഭാര്യയോ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിൽ സ്നേഹിത സഹോദരി നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സഭക്കാരും നിന്നെ ചൊവ്വൻ അറിയത്തില്ലെങ്കിൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാലത്ത് ദൈവത്തെ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചത്. എന്നാൽ ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞു. നേരത്തെ എങ്ങനെ ആയിരുന്നു? എഫേസ്യ ലേഖനം 2 കിടപ്പുണ്ട്. അവിടെ വയ്ക്കുന്നത് 2:2 വായിച്ചേ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും 2 വായിച്ചോ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ ആചാരവും അനുഷ്ഠാനമൊക്കെ അനുസരിച്ച് ഒരു കാലത്ത് ജീവിച്ച നേരത്തെ. അതുകൊണ്ടാണ് വലിയ ബിൽഡിംഗ് വെക്കുമ്പോൾ കള്ളിപ്പാലയൊക്കെ കെട്ടി തൂക്കുന്നേ. അല്ലെ മങ്കോടത്തിനകത്ത് കണ്ണുമൊക്കെ എഴുതി. പെന്തിക്കോസ്തുകാർ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെ മുഹൂർത്തമൊക്കെ അതാ ദൈവത്തിന് മഹത്വം. ഇപ്പൊ ഒത്തിരി പേരങ്ങനെ നോക്കുന്നുണ്ട്. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും പാരമ്പര്യവും ഒന്നും വിട്ടിട്ടില്ല. ദൈവത്തിന് മഹത്വം. ഒരു കാലത്ത് ഇത് ഇങ്ങനെയൊക്കെയാ ജീവിച്ച, പക്ഷെ അതിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചു. അതുകൊണ്ട് പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കണം. എങ്ങനെയാ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു കണ്ണിന് പോലും ദയവാനാതിരുന്നപ്പോൾ യേശു നിന്നെ രക്ഷിച്ചു. നാം ദൈവമക്കളെന്നുള്ള പദവിയും ഭാഗ്യവും ദൈവം തന്നു. അത് പൂർവ്വകാലം. ഇപ്പോഴോ വർത്തമാനകാലത്തിൽ തന്നെ സഹിഷ്ണുതയൊന്നും ഒരു സഹിഷ്ണുതയില്ല, ഒന്നുമില്ല. കൂട്ടായ്മയ്ക്കില്ല, ആരാധനയ്ക്കില്ല, ജീവിതത്തിലില്ല. ഒന്ന് പറഞ്ഞ് മറുപടി പറയുക, തെറി പറയുക, കേസ്, കോടതി, വഴക്ക് എന്ന് വേണ്ട ഒരു സഹിഷ്ണുതയോ ഒരു ഇന്ദ്രിയജയമോ ഇതൊന്നുമില്ല. ഞാൻ വിവരിക്കുന്നില്ല. അത് വർത്തമാനകാലം. തന്നെത്താനൊന്ന് ശോധന ചെയ്യണം. ഭാവികാലം എന്താ?
യേശു വീണ്ടും വരും. എന്താ? തിരുസഭയെ ചേർക്കാൻ, എല്ലാവരെയും കൊണ്ടുപോകാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധരെ ചേർക്കാനാ. പോകുന്ന ആൾക്കാരുടെ യോഗ്യത ഒക്കെ അടുക്കടുക്കായിട്ട് പറയേണ്ടതാ. ഇന്ന് അതിനെ മുതിരുന്നില്ല എങ്കിലും ഇത്രയും നേരം കേട്ടിരുന്നല്ലോ, മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി, നന്നാകാനാന്ന് ഇത് ധാരാളം. അതുകൊണ്ട് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് പ്രമാണം കാത്ത് പൂർവ്വകാലത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി സഹിഷ്ണുതയും ഇന്ദ്രിയജയവും കൈമുതലാക്കി വേർപാടും വിശുദ്ധിയും കാത്ത് ഉപദേശത്തിൻ്റെ പ്രമാണത്തിൻ്റെ പവിത്രത വിടാതെ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിന് എതിരേൽപ്പാൻ ഒരുങ്ങണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശു ക്രിസ്തു ഏകരക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. ആ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പറഞ്ഞതിൽ ഒരു 4 മിനിറ്റ് ആ ക്ലോക്ക് ശരിയാന്നേ കവർന്നെടുത്തു, അതങ്ങ് ക്ഷമിക്കേ. ദൈവത്തിന് മഹത്വം. ഇനി ആവർത്തിക്കത്തില്ല. നിങ്ങൾ ഇതുവരെ കേട്ടിരുന്നല്ലോ. നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.